അഹമ്മദാബാദിൽ ജനിച്ച ഈ പട്ടാളക്കാരന്റെ മകൻ തൃശൂർ ജില്ല കൊണ്ടയൂർ ഗ്രാമത്തിൽ വളർന്ന തൃശൂരിൽ പഠിച്ച 8 സെൻട്രൽ സ്കൂൾ ഇന്ത്യയിൽ വേറെ വേറെ സ്ഥലത്തിൽ പഠിച്ച അമേരിക്കയിലും ഇന്ത്യയിലും ടെക് മേഖലയിൽ തൊഴിൽ ബിസിനസ് ചെയ്ത 18 കൊല്ലം ദേശം ജനസേവ ചെയ്ത രാജ്യസഭ MP ആയ ഞാൻ ഇപ്പം എന്ത് ചെയ്തു? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അങ്ങ് മേടിച്ചു. സ്വന്തം ജീവിതാനുഭവം നോക്കി വായിക്കേണ്ടി വരുന്നൊരു ഗതികേട്. ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടാവും ഇങ്ങനെ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. എന്നാ പിന്നെ ഇംഗ്ലീഷിൽ അങ്ങ് സംസാരിച്ചാൽ പോരെ, ഹിന്ദിയിൽ അങ്ങ് സംസാരിച്ചാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ കോമാളിയാവുന്നത്? ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, ഇങ്ങനെ പറയുന്നത് ഇവിടുത്തെ BJPക്കാർക്കോ ഇവിടുത്തെ BJPക്കാർ പറയുന്നത് ഇങ്ങേർക്കോ മനസ്സിലാക്കാൻ യാതൊരു വഴിയും കാണുന്നില്ല. എന്തൊരു ഗതികേടാന്ന് ആലോചിച്ച് നോക്കിയ ഒരു പാർട്ടിയുടെ. അങ്ങനെ ഏഷ്യാനെറ്റ് മുതലാളി BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി. ഏഷ്യാനെറ്റ് ന്യൂസുകാർ കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള വെളുപ്പിക്കൽ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ മുതലാളി വില്ലാളി വീരനാണ്, ധീരനാണ്, ഞങ്ങളുടെ മുതലാളി മാന്യനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര വാർത്തയാണെന്നറിയോ ഏഷ്യാനെറ്റ് കഴിഞ്ഞ ദിവസം കൊടുത്തത്. ഇനിയിപ്പോൾ ജനം TVയും ഏഷ്യാനെറ്റും അങ്ങ് ലയിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇവർ പറയുന്നുണ്ടല്ലോ 18 കൊല്ലം MP ആയി പ്രവർത്തിച്ചു എന്നൊക്കെ. അതിനിടക്ക് മന്ത്രിയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ MP ആവുന്നത് JDSന്റെ ഭാഗമായിട്ടാണ്. ആ കഥയിലേക്കൊന്നും ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ജനിച്ച് കേരളത്തിലെ തൃശ്ശൂരിൽ സ്കൂൾ പഠനം നടത്തി, പിന്നീട് ബാംഗ്ലൂരിലും അത് കഴിഞ്ഞ് ഉപരിപഠനമൊക്കെ നടത്തി, ടെക് മേഖലയിൽ പ്രവർത്തിച്ച് അമേരിക്കയിൽ ബിസിനസ് നടത്തി, പിന്നെ ഇന്ത്യയിൽ വന്ന് 1991 ഇന്ത്യയിൽ വന്ന് BPL എന്ന് പറയുന്ന അന്ന് ഇന്ത്യയിൽ വലിയ പ്രചാരമുള്ളൊരു കമ്പനിയുടെ മുതലാളിയുടെ മകളെ കല്യാണം കഴിച്ച് പിന്നീട് സ്വന്തമായിട്ടൊരു BPL എന്ന് പറയുന്ന മൊബൈൽ ഉണ്ടാക്കി, അത് പിന്നീട് 7000 കോടിക്ക് വിറ്റ് കർണാടകയിൽ ചെന്ന് JDSന്റെ MLAമാരെ ചാക്കിലാക്കി. അങ്ങനെയാണ് രാജ്യസഭയിലേക്ക് എത്തുന്നത്. പിന്നീട് BJPക്ക് എന്താ കൊടുത്തതെന്നൊന്നും അറിയില്ല. പിന്നീട് BJPയുടെ ഭാഗമായി മന്ത്രിയായി. ഇപ്പതേ കേരളത്തിലെ BJP പ്രസിഡന്റ് സ്ഥാനവും പൈസ കൊടുത്തങ്ങ് മേടിച്ചു എന്നുള്ളതാണ്. അതല്ലാതെ എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് വരുന്നത്? നിങ്ങൾ ആലോചിച്ചു. എവിടുന്നോ വന്ന സുരേഷ് ഗോപിജി അങ്ങേര് മന്ത്രിയായി BJPയുടെ മുഖമായി കേരളത്തിൽ വിലസി നടക്കുന്നു. അതുപോലെ തന്നെ വന്ന രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നു, മന്ത്രിയാകുന്നു, BJPയുടെ മുഖമായി മാറുന്നു. ഇവിടെ സംഘടനാടിസ്ഥാനത്തിൽ BJPയുടെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ട് വന്ന ആളുകളുണ്ടല്ലോ. നമ്മുടെ ശോഭേച്ചിയുടെ ഒക്കെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ എന്റെ വാഹനം എനിക്ക് കിട്ടാൻ കുറച്ച് വൈകി. കാരണം ഡ്രൈവർക്ക് തെറ്റുപറ്റി. ഞാൻ പുറത്തേക്ക് വേറൊരു വണ്ടിയിൽ കയറി പോകുന്നതായിട്ട് അയാൾക്ക് അദ്ദേഹത്തിന് തോന്നി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് കാറിൽ കയറാൻ വൈകിയത് കൊണ്ട് ഞാൻ പുറത്തേക്ക് നടന്ന് എന്റെ ആ ഹൊറൈസൺ ഹോട്ടലിലേക്ക് നടന്ന് വേറൊരു കാറിൽ കയറി പോരാൻ ശ്രമിക്കുന്നതിനിടയിൽ എനിക്ക് എന്റെ ഡ്രൈവർ വന്നു, വണ്ടിയും വന്നു. അപ്പോൾ 2 മിനിറ്റ് വൈകിപ്പോയി. തിരുവനന്തപുരമല്ലേ, ട്രാഫിക്കിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ ഇത് ഇത്രമാത്രം വേഗതയിൽ നിങ്ങൾ വാർത്തയാക്കുന്നത് എന്നെ ചില പ്രത്യേക തൽപര കക്ഷികൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ശോഭാ സുരേന്ദ്രന് എന്തെങ്കിലും തരത്തിലുള്ള ക്ഷതമേൽപ്പിക്കാൻ സാധിക്കുമോ എന്ന് റിസർച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അത് കുറച്ചു നാൾ അവർ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയൊന്നും ഒരാളോട് ചെയ്യരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. ശത്രുവാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഗതികേട് ശോഭേച്ചിക്കും രമേശ് ജിക്കും ഒന്നും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. സുരേന്ദ്രേട്ടനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് ഇതിലൊന്നും വലിയ താല്പര്യമൊക്കെ ഉണ്ടാവണമെന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു കാലം നോക്കിയല്ലോ, പ്രത്യേകിച്ചൊന്നും കേരളത്തിൽ നടക്കൂല, BJPയെ കൊണ്ടൊരു ചുക്കും കേരളത്തിൽ ചെയ്യാൻ കഴിയില്ല എന്ന കൃത്യമായ ബോധ്യം സുരേന്ദ്രേട്ടന് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ
നല്ലത് എന്നായിരിക്കും സുരേന്ദ്രേട്ടൻ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ശോഭേച്ചിയുടെയും രമേശ്ജിയുടെയും കാര്യം അതല്ലല്ലോ. പലരും മോഹിപ്പിച്ച്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഒരു 25 ലക്ഷം രൂപ എനിക്ക് എന്തോ വലിയ പോസ്റ്റ് വരാനുണ്ട്, അത് പിടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 25 ലക്ഷം രൂപ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശോഭേച്ചി സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ലീക്ക് ആയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഇതിൽ നമ്മുടെ പ്രശ്നത്തിലേ ഉള്ളൂ, മാഷയുടെ കയ്യിൽ ഇപ്പൊ വന്നിട്ടുള്ള കുറച്ച് പൈസ ഉണ്ട്. ആ പൈസ ദാസേട്ടന് എത്രയും പെട്ടെന്ന് മേടിച്ചാൽ എനിക്ക് അതിന് കുറച്ച് പൈസ എടുക്കാനാണ്, അല്ലാണ്ട് പുണ്യപ്രവർത്തി ചെയ്യാനല്ല. എനിക്ക് അതിന്ന് ഒരു 25 ലക്ഷം റുപ്യ എനിക്ക് കിട്ടിയാൽ എനിക്കിപ്പോ ഒരാളെ കൊണ്ട് വിളിച്ച് വായിച്ചിട്ട് എനിക്കൊരു വലിയ പോസ്റ്റ് വരുന്നുണ്ട്, അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് ഈ കള്ളത്തരങ്ങളില്ല, എല്ലാ കാര്യവും ഓപ്പണായിട്ട് പറയേണ്ട കാര്യമുള്ളൂ. മാറ്റക്ക് ഈ പൈസ വന്നിട്ടുള്ളത് വേറെ വഴി കൂടിയാണ്. പിന്നെ നിതിൻ ഗഡ്കരിജി 1.5 വർഷം കഴിയുമ്പോ അദ്ദേഹം ഈ ഫീൽഡിൽ നിന്ന് മാറാൻ പോവുക. അപ്പൊ അവിടെ കിടക്കുന്ന 1 കോടി റുപ്യ നമുക്ക് മേടിക്കണോ വേണ്ടയോ? അത് ചെക്ക് ചെയ്തെടുത്തോളോ, ഇല്ലെങ്കിൽ അത് കിട്ടിക്കാനുള്ള പരിപാടി അവിടെ നോക്കാം. ആയിക്കോട്ടെ. ആ ആഗ്രഹങ്ങളൊക്കെ പൊലിഞ്ഞുപോയി എന്നുള്ളത് തന്നെയാണ്. വല്ലാത്തൊരു ഗതികേട് തന്നെയാണ് ശോഭേച്ചിക്കൊക്കെ ഉള്ളത്. എന്തായാലും BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വരുമ്പോ അദ്ദേഹത്തെ വെളുപ്പിച്ചെടുക്കാനും അദ്ദേഹം എന്തോ വലിയ സംഭവമാണ് എന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രാജീവ് ചന്ദ്രശേഖറിനെ കുറിച്ച് വളരെ നേരത്തെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ ആദ്യം കേൾക്കാം. അത്ര മാത്രമേ അതിൽ കാണേണ്ടതായിട്ട്. ഏത് വിഷം എന്നല്ല, കൊടും വിഷം, വെറും വിഷമല്ല, അതൊരാക്ഷേപമല്ല, അദ്ദേഹത്തിന് അലങ്കാരമായിട്ടല്ലേ കാണുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നല്ലേ അദ്ദേഹം കാണുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ വിഷന്നേ അന്ന് ഞാൻ പറഞ്ഞുള്ളൂ, ഇപ്പൊ കൊടും വിഷം എന്ന് പറയാം, അത്രയേ ഉള്ളൂ. ശരി, ബാക്കി നമുക്ക് പിന്നെ ആകാം, ഇത്രയും പോരെ ഇപ്പോ. ശരി, കേട്ടല്ലോ, വിഷമല്ല കൊടും വിഷം. എന്നാ കഴിഞ്ഞ ദിവസം VD സതീശനോട് ഈ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായതിനെ കുറിച്ച് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു BJPയുടെ ഐഡിയോളജി ഉള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ ഉണ്ട്, അവരോടല്ലേ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ ഒരു BJPയുടെ ഐഡിയോളജി ഒന്നുള്ള ആളല്ല, അയാളെ ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല. ഏത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ചാണ് പറയുന്നത്? BJPയുടെ ഐഡിയോളജി ഉള്ള ആളല്ല. സതീശൻ പറഞ്ഞതിൽ ചെറിയൊരു കാര്യമുണ്ട്. K സുധാകരന്റെ അത്രയും VD സതീശന്റെ അത്രയും ഒന്നും BJPയുടെ ഐഡിയോളജി ഉള്ള ആളാവണമെന്നില്ല. പക്ഷെ BJPയുടെ ഐഡിയോളജി ഉള്ള ആൾ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ. എങ്ങനെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി സതീശൻ ശ്രമിച്ചതെന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും പിണറായി പറഞ്ഞതാണ് കാര്യം. BJPക്കാരനാണ്, BJPയുടെ നേതാവാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ചരിത്രം അത്ര നല്ല ചരിത്രമൊന്നുമല്ല. JDSകാരെ ചാക്കിലാക്കി MP ആയി. പൈസ ഉണ്ട്, പൈസ ഉള്ളതുകൊണ്ട് ആ പൈസ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരാൾ, പൈസ കൊണ്ടങ്ങ് എല്ലാം മലമറിച്ചു കളയാം എന്ന് ചിന്തിക്കുന്ന ഒരാൾ, അതിനുവേണ്ടി കൂടിയാവണം കേരളത്തിലേക്ക് പറഞ്ഞു വിട്ടത്. എന്തായാലും കാത്തിരുന്ന് കാണാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.